ഓ ആ മോളെന്ത് മക്കളെ വന്നത്? ഞാൻ ഇങ്ങോട്ട് വന്നമ്മ. എന്ത് ഇച്ചിരി വിഷമങ്ങളൊക്കെ ഉണ്ട്. എന്തൊരു വിഷമം? ഇരി മക്കളെ ഇരി. പിന്നെ കാര്യം പറയാം. സ്വർണം കൊടുത്തത് കുറഞ്ഞു പോയി. അപ്പൊ അവിടെ അമ്മയിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. അപ്പൊ അമ്മ എന്തിനാ ആവശ്യമില്ലാതെ കാർ കൊടുക്കാന്ന് പറഞ്ഞത്? കാർ കൊടുക്കാന്ന് പറഞ്ഞ് പൈസ ഒത്തില്ലല്ലോ. പൈസ ഒത്തില്ല. അതപ്പോ നമ്മൾ ഉള്ള സ്ത്രീധനം എനിക്ക് അപ്പൊ അമ്മ ഇപ്പൊ 20 പവന്റെ സ്വർണ്ണമല്ലേ തന്നു. ആ 20 പവനെ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ അങ്ങനെ പറയാനുള്ളായിരുന്നു. അമ്മയും അച്ഛനും കൂടെ അപ്പോഴും പറഞ്ഞു കൊടുത്ത് എന്തുവാ കാറ് തരാം, ഇപ്പൊ ഞാൻ കാറും കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കും. മനസ്സിലായോ? അപ്പോഴത്തേനും ഇനിയിപ്പോ കാറില്ലാതെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് ആര് പറഞ്ഞത് ഇങ്ങനെ ചെല്ലണ്ടെന്ന് പറഞ്ഞത്? എന്റെ അമ്മായിയമ്മയും എന്റെ ചേട്ടനും പറഞ്ഞു. അതൊന്നും സാരമില്ല മക്കളെ, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. മക്കൾ അവിടെ പോയി ജീവിക്കും. ഇവിടെ ഇവിടെ അങ്ങനെ നിന്നുകൂടാ, അതൊന്നും ശരിയല്ല. എന്തിനാണ് അമ്മ അങ്ങനെ പറഞ്ഞത്? അതൊക്കെ പൈസ വാക്ക് പറഞ്ഞ നമ്മളാ വാക്ക് പാലിക്കണ്ടേ? അത് വാക്ക് പാലിക്കാതെ വിട്ടതല്ലേ ഈ കുഴപ്പം. 20 പവൻ ഉണ്ടായിരുന്ന ആ 20 പവൻ അതേ ഉള്ളു എന്നും പറഞ്ഞ് എന്നെ പറഞ്ഞു വിടണ്ടായിരുന്നു. അതിന്റെ പൊങ്ങച്ചൻ പറഞ്ഞതിലല്ലേ അമ്മ എങ്ങനെ സംഭവിച്ചത്. ഇനിയിപ്പൊ ഞാൻ ഇന്ന് കാറായിട്ട് പോവാം, അവിടെയല്ലേ ഇരിക്കാം. അതൊന്നും പറ്റൂല മക്കളെ, ഇവിടെ ഇരുന്നുകൂടെ. മക്കളൊന്ന് പോണം, മോൾ അവിടെ പോയി ജീവിക്കണം. അവരൊക്കെ അത് പറയും, എല്ലാം പറയും, എല്ലാരും എന്ത് പറയും. മക്കൾക്കല്ലേ ഇതൊക്കെ. പിന്നെ എന്തായാലും നിനക്ക് തന്നെയാണ് ഇതല്ല. നീ ഒരു മോളല്ലേ ഉള്ളു. ഇങ്ങനെയൊന്നും നീ ശരിയാവില്ല. നീ വീട്ടിൽ പോയി ജീവിക്കണം. നിന്റെ ഭർത്താവിന്റെ വീടാണ് നിന്റെ വീട്, നിന്റെ അമ്മാവിയമ്മയാണ് നിന്റെ അമ്മ. ഇനി അങ്ങനെയാ പറ്റുള്ളൂ. ഭർത്താവിന്റെ കൂടെ ജീവിക്കണം. ഭർത്താവ് പറയുന്നതും കേൾക്കുന്നതും എല്ലാം കേട്ട് ജീവിക്കുമെങ്കിൽ അത്രേ ഒരു പെണ്ണിനൊരു ഇത് കിട്ടുള്ളൂ, സുഖം കിട്ടുള്ളൂ. അമ്മ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. പറഞ്ഞു വിട്ട് എനിക്ക് വല്ലതും സംഭവിച്ചു പോയ അമ്മയ്ക്ക് ഞാനില്ലാതെ വരും. അച്ഛനില്ലാതല്ലേ അമ്മ എന്നെ വളർത്തിയത്. അപ്പൊ അമ്മ കഷ്ടപ്പെട്ട് ഇത്ര 20 പവൻ എനിക്ക് ഒപ്പിച്ചു തന്നു. അപ്പൊ അമ്മ എന്തോ പറയണമായിരുന്നു? ഈ 20 പവനേ ഉള്ളു, വേറെ കാറ് എടുത്തു തരാം, കുതിര തരാം എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനൊക്കെ പറഞ്ഞു വിട്ടോണ്ടല്ലേ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്ന. ആ 20 പവനിൽ വരുന്ന ഒരു പയ്യനെ മതിയായിരുന്നു. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു ഗതി എനിക്ക് വന്നത്. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യും അമ്മ ഇനി എന്നെ നോക്കും, അത്രേ ഉള്ളൂ. അതൊന്നും പറ്റൂല മക്കളെ. നീ പോയി നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയി തന്നെ കഴിയണം. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. കെട്ടിച്ചയച്ച ഭർത്താവിന്റെ വീട്ടിലാണ് മക്കള് നിൽക്കുന്നത്. എന്തിനു പറയുന്ന വിസ്മയ ഒരു കാറിന്റെ പ്രശ്നത്തിന് വിസ്മയ ഭർത്താവ് കൊന്ന, അവരാൾക്കാരെല്ലാം കൂടെ വിസ്മയെ കൊന്ന, അതുപോലെ സൗമ്യ കൊന്ന, എത്രയോ കൊച്ചുങ്ങൾ സ്വയം മരിച്ചു. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യണം, ഇനി എനിക്ക് തരാനുള്ള കാറിനെ എവിടെയെങ്കിലും ഒപ്പിച്ച് തന്ന് വിട്ടേ പറ്റൂ, അല്ലെങ്കിൽ അതിന്റെ പൈസ അവർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഉള്ളത് ഇപ്പൊ നമുക്ക് 10 പവനാണെങ്കിൽ 10 പവൻ മാത്രമേ ഉള്ളെന്ന് പറയണം. പിന്നെ കാറ് വേണം, അത് വേണമെന്ന് പറഞ്ഞ എന്തിന്? അപ്പൊ അമ്മ പറയണമായിരുന്നു കാറൊന്നുമില്ല, ഈ 20 പവനേ ഉള്ളു, അതിലാണെങ്കിൽ ഈ കല്യാണം നടക്കാൻ പറ്റത്തുള്ളെന്ന് പറയണമായിരുന്നു. അമ്മ അത് സമ്മതിച്ചില്ല. അമ്മ കാറ് തരാം, കുതിര തരാന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് വിട്ടതിലല്ലേ ഇപ്പൊ കാറുണ്ടാ. കാറ് തരുന്നന്ന് ഞാൻ പോണതേ ഉള്ളു. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇല്ല. അതൊന്നും പറ്റൂല മക്കള്, ഇറങ്ങിയേ പറ്റുള്ളൂ. നീ ചാവേ മരിക്കേ ഒന്നും വേണ്ട. നീ നിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാ മതി. അതാണ് നിന്റെ വീട്. നീ എന്തിനിങ്ങോട്ട് വന്ന്? ഇപ്പൊ തന്നെ പോണം. നീ ഇവിടെ താമസിക്കാൻ നിക്കാനേ പറ്റൂല. പോണം. എനിക്ക് വേണം. നീ അവിടെ പോയി സുഖമായിട്ട് ജീവിക്കും മോളെ. നീ പോയി ഞാൻ പോട്ടോ? ഞാൻ നിക്കണോ പോണോ? മക്കള് പോണം, അതാണ് നല്ലത്. കേട്ടാ, വിഷമിക്കാതെ പോ മക്കള്. സന്തോഷായിട്ട് പോ കേട്ടാ, വിഷമിക്കണ്ട കേട്ടാ, സന്തോഷായിട്ട് പോണം. ശരി മക്കളെ, ശരി മക്കളെ, പോയി ജീവിക്കും. വന്നില്ല എന്റെ മോളാണ്. ഹലോ ഹലോ ഹലോ, ആരാ? പിന്നെ ഇത്തിക്കര ആറ്റിലൊരു കുട്ടിയുടെ ഇത് കിടക്കുന്നത്, അതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ്
കൊച്ചിന്റെ മൊബൈലിലെ നിങ്ങളെ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഫോൺ നമ്പർ എടുത്ത് വിളിച്ചതാണ് കേട്ടോ. ആ കൊച്ചിന് ഇച്ചിരി സീരിയസ് ആണ് കേട്ടോ. എന്ത് പറ്റി? ആറ്റി ചാടിയായിരുന്നു. ചാടിയായിരുന്നു. അതിന്റെ പിന്നെ നിങ്ങളെ മോളല്ലേ, നിങ്ങളെ ഫോണാണ് അവള് ഫോണിലുണ്ടായിരുന്നു. അങ്ങനെയാണ് നിങ്ങളെ വിളിച്ചത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. എന്റെ മോക്ക് എന്ത് പറ്റി? എന്തോ ഒന്നും അറിയാൻ വയ്യ, ഇച്ചിരി സീരിയസ് ആണ്. എന്റെ മോള് പോയി. ഞാനാ തെറ്റ് ചെയ്തത്. ഞാനായി തെറ്റ് ചെയ്തത്. എൻ്റെ മോള് പോയി. എൻ്റെ മോളെ വിടായിരുന്നെങ്കിൽ എൻ്റെ മോളിങ്ങനെ ചേർത്തില്ലായിരുന്നു. ഞാനിതെല്ലാം പോകും. ഒരിക്കലും ഒരു തള്ളമാരും ചെയ്യരുത്. സ്വന്തം കുഞ്ഞുങ്ങളെ ഒലയ്ക്ക് കൊടുക്ക. എൻ്റെ പൊന്നു മോള് എനിക്ക് ആരും ഇല്ലാതായി. ഞാനൊന്നും ഒറ്റയായി. ഒരു മനുഷ്യരും ഇതുപോലെ ചതിയും ചെയ്യരുത്. മക്കളെ പിണങ്ങി വന്നാൽ ആരും വിടരുത്. അന്യ വീട്ടിൽ നിന്ന് വന്നാൽ ഒരിക്കലും പറഞ്ഞു വിടരുത്. വിട്ടേന്റെ എന്റെ പൊന്നു മോൾ